കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നും ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇനി ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും വിശദീകരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട്. നമുക്കറിയാം, ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ചാർജ്. ഇക്വേഷൻ നമുക്കറിയാം, വി പി എന്നുള്ളത് എത്രയാണ്? 1/4πε0 Q/R. പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഡൈപോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, എ ബി എന്ന ഡൈപോൾ. അതിൻ്റെ സെൻറ്റർ ഒ ആണ്. 2 ആണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ ഒ എ എന്നുള്ളത് ഒ ബി എന്നുള്ളതും സ്മോൾ എ ആയിരിക്കും. കാരണം ഒ എന്നുള്ളത് മിഡിൽ പോയിൻ്റ്. ഒരു ആർബിട്രറി പോയിൻ്റ് പി ഇമാജിൻ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. അത് തീറ്റ ആംഗിളിൽ ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഫ്രം ദ ഡൈപോൾ. അങ്ങനെയെങ്കിൽ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. എ പ്ലസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക, മൈനസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് സ്കെയിലാർ അഡീഷൻ നടത്തുക. അതിനുവേണ്ടി എ പി എന്നുള്ള ലൈനിനെയും ബി പി എന്നുള്ള ലൈനെയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ഇക്വേഷൻ നമുക്കറിയാം, വി പ്ലസ് ക്യൂ എന്ന് പറയാം 1/4πε0 Q/BP. നമ്മുടെ ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ എടുക്കേണ്ടത്, ബി പി. അതേപോലെ മൈനസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഈ മൈനസ് ക്യൂ സിക്വൽ ടു -1/4πε0 Q/AP ആണ്. ഡിസ്റ്റൻസ് മൈനസ് ചാർജിൽ നിന്ന് പിയിലേക്കുള്ളത് എ പി ആണ് ഡിസ്റ്റൻസ്. നെഗറ്റീവായിട്ട് തന്നെ എടുക്കണം, കാരണം പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇവിടെ ഡയറക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവിന് പോസിറ്റീവ് നെഗറ്റീവിന് നെഗറ്റീവായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി വളരെ സിമ്പിളായി എഴുതാം, വി ഈസ് ഈക്വൽ ടു വി പ്ലസ് ക്യൂ പ്ലസ് വി മൈനസ് ക്യൂ. നമ്മൾ നേരത്തെ തന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എന്നുള്ളത് എന്തായിരിക്കും? വി ഈസ് ഈക്വൽ ടു 1/4πε0 Q/BP മൈനസ് 1/4πε0 Q/AP. ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതി, വി ഈസ് ഈക്വൽ ടു 1/4πε0 Q/BP മൈനസ് 1/4πε0 Q/AP. അതിൽ Q/4πε0 ഈ രണ്ട് ഇതിലും കോമൺ ആണ്, നമുക്ക് പുറമേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായി മാറും? വി ഈസ് ഈക്വൽ ടു Q/4πε0 1/BP മൈനസ് 1/AP. ഇനി നമ്മൾ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി പിക്കും എ പിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇൻ ടേംസ് ഓഫ് സ്മോൾ ആർ. കാരണം ആറാണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടുന്നത്. അപ്പോൾ ആറിൻ്റെ ടൈമിൽ ബി പിനെയും എ പിനെയും റെപ്രസെൻ്റ് ചെയ്യണം. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കണം. ഇനി ബി പി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എ പി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒ പി എന്ന ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം താഴേക്ക്. അതിലേക്ക് എയിൽ നിന്ന് ഒരു നോർമൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക, സി എന്ന് അടയാളപ്പെടുത്തുക. നമുക്കറിയാം എ ബി എന്നുള്ള ഡൈപോൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാണ്. ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ അതിന് താഴെയുള്ള ഡിസ്റ്റൻസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ എ ബി എന്ന പോയിന്റ് എയിനോട് അടുത്ത് വരുമ്പോൾ ഈ മിഡിൽ പോയിന്റ് എന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം എ പി എന്നുള്ളത് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു സി പി ആയിരിക്കും. അത് ഡൈപോൾ വളരെ ചെറുതാവുമ്പോൾ മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഇഫ് ഡൈപോൾ ലെങ്ത് ഈസ് വെരി വെരി സ്മോൾ, എ പി അപ്രോക്സിമേറ്റ് ഈക്വൽ ടു സി പി ഫ്രം ദ ഫിഗർ. അതിൽ സി പി എന്നുള്ള ലെങ്ത് എന്നുള്ളതിന് നമുക്ക് ഒ പി പ്ലസ് ഒ സി എന്നത്, അതിൽ ഒ പി എന്നുള്ളത് സ്മോൾ ആർ ആണ്. സോ സ്മോൾ ആർ പ്ലസ് ഒ സി. ഇനി നമുക്ക് ഒ സി വേണം കാൽക്കുലേറ്റ് ചെയ്ത്. അതിന് വേണ്ടി ഒരു ട്രയാങ്കിൾ ഇമാജിൻ ചെയ്യുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഒ എ സി. സോ ഫ്രം ട്രയാങ്കിൾ ഒ എ സി, ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നെയാണ് ആംഗിൾ എ ഒ സി. അത് നമുക്ക് എന്തായാലും എടുക്കാം, തീറ്റ ആയിട്ട് തന്നെ എടുക്കാം. സോ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ
കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ എന്നുള്ളത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഒ സിയും ഹൈപ്പോട്ടന്യൂസ് ഒ എ ആണ്. സോ ഒ സി ബൈ ഒ എ, ദെൻ ഒ സി ബൈ ഒ എ എന്നുള്ളത് ലെങ്ത്ത്, ഹാഫ് ദ ലെങ്ത് ആണ് എ. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഒ സിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? സിംപ്ലൈസ് ദാറ്റ് ഒ സി ഇസ് ഇക്വൽ ടു എ കോസ് തീറ്റ ആയിട്ട് എടുക്കുക. അത് നമ്മൾ ആ ഫിഗറിലേക്കൊന്ന് ചേർക്കുക, എ കോസ് തീറ്റ. ദെൻ നമ്മൾ മുകളിൽ എഴുതിയ എ പി എന്നുള്ള ദൂരം എന്തായിരിക്കും? എ പി ഇസ് ഇക്വൽ ടു ആർ പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എ പി കിട്ടി. ഇനി നമുക്ക് കിട്ടുന്ന ബി പി ആണ്. ഞാൻ ഇതിനൊന്നും കൂടി എടുത്ത് എഴുതി. ഇക്വേഷൻ 1 ടോട്ടൽ പൊട്ടൻഷ്യൽ ഇക്വേഷനും എ പി എന്നുള്ള എൻ്റെ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 ആയിട്ട് എഴുതി. ഇനി നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ പ്രകാരം ബി പി ആണ്. ബി പി ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബിയിൽ നിന്ന് ഒരു നോർമൽ ഒ പിയിലേക്ക് വരയ്ക്കും. ബിയിൽ നിന്ന് ഒ പിയിലേക്ക് വരയ്ക്കും. അതിന് ഞാൻ ഡി എന്ന് അടയാളപ്പെടുത്തും. അഗെയിൻ ഇഫ് ലെങ്ത് ഈസ് വെരി വെരി സ്മോൾ, ഡൈപോൾ ലെങ്ത് ഈസ് വെരി വെരി സ്മോൾ, ബി പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി പി. ഏകദേശം തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ബി പിനെ ഡി പി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. ഡി പി എന്നുള്ളത് ഒ പിയിൽ നിന്ന് ഒ ഡി കുറച്ചതാണ്. സോ ദിസ് ഈക്വൽ ടു ഒ പി മൈനസ് ഒ ഡി. ഒ പി എന്നുള്ളത് സ്മോൾ ആർ ആണ്, ഈക്വൽ ടു സ്മോൾ ആർ മൈനസ് ഒ ഡി. അഗെയിൻ ഒ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. ഇ ഡി ഒ, അവിടെ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഒ ഡി ഡിവൈഡ് ബൈ ഒ ബി ആയിരിക്കും. ഒ ബി എന്നുള്ള സ്മോൾ ആണ്, സോ ഒ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ എ. സോ ഒ ഡി ഈസ് ഈക്വൽ ടു എത്ര? എ കോസ് തീറ്റ അല്ലേ? സോ ഫ്രം ട്രയാംഗിൾ ഒ ബി ഡി, ഒ ഡി എന്നുള്ളത് എ കോസ് തീറ്റ ആയിരിക്കും. അത് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? ബി പി ആർ മൈനസ് എ കോസ് തീറ്റ. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2ഉം 3ഉം നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1ൽ ബി പി എന്നുള്ളത് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 1 ബൈ ബി പി മൈനസ് 1 ബൈ എ പി ആണ്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി സിയിൽ ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 1 ബൈ ആർ മൈനസ് എ കോസ് തീറ്റ മൈനസ് 1 ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ. ഒന്നുകൂടി എടുത്ത് എഴുതി. വി ഇസ്ക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 1 ബൈ ആർ മൈനസ് എ കോസ് തീറ്റ മൈനസ് 1 ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ. ഇനി ഇതിൻ്റെ എൽ സി എം എടുക്കണം. എൽ സി എടുക്കാൻ നമുക്കറിയാം, ഇവിടെ ആർ മൈനസ് എ കോസ് തീറ്റ ഉണ്ട്, ആർ പ്ലസ് എ കോസ് തീറ്റയാണ് എൽ സി എം വരും. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി എന്നുള്ളത് എന്തായിരിക്കും? വി സിക്കൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ പ്ലസ് എ കോസ് തീറ്റ കോമൺ ആണ്. അതെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ മൈനസ് എ കോസ് തീറ്റ. ഈ എൽ സി എം കൊണ്ട് മുകളിലും രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ തന്നെ ആറും ഇവിടെ മൈനസ് ആറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ എ കോസ് തീറ്റ ഉണ്ട്, മൈനസ് ഓഫ് മൈനസ് നമുക്ക് പ്ലസ് ആയിട്ട് എടുക്കാം. സോ എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ. സോ ഇതിനെ നമുക്ക് എഴുതാം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 2a കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റാണ്. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ഇത് ആർ എ ആയിരിക്കും, എ കോസ് തീറ്റ എന്നുള്ള ബിയുടെ പൊസിഷനും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഒരു ഡൈപോളിനെ സമയത്തോളം ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് ഒരു ഡൈപോളിനെ സമയത്തോളം ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് വ്യക്തമായിട്ട് എഴുതാം. പി സിക്കൽ ക്യൂ ഇൻറ്റു 2a. അതിൻ്റെ ടൈമിലാണ് നമ്മൾ എല്ലാ ഇക്വേഷനും എഴുതുന്നത്. ഇതിലും ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ഇൻറ്റു 2a ഉണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഈക്വൽ ടു എന്തായി മാറും? 1 ബൈ 4 പൈ എപ്സിലോൺ 0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ക്യൂ ഇൻറ്റു 2ക്ക് വരും പി കൊടുത്തു. പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എടുക്കും. ഇനി നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്ന പോലെ ഡൈപോൾ ലെങ്ത് വളരെ 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 ചെറുതാണ്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരം കൂടുതലാണെങ്കിൽ, ആർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എ സ്ക്വയർ കോമൺലി നമുക്ക് തള്ളിക്കളയാം, ചെറുതായിരിക്കും വളരെ. സോ സിൻസ് എ സ്ക്വയർ is small, a square cos square theta can also be neglected when compared with r square. കാരണം a square നാട്ടും കുറവായിരിക്കും a square cos square theta. അങ്ങനെയെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അപ്രോക്സിമേറ്റ്ലി ആർ സ്ക്വയറിന് കൊടുക്കും. ഇത് ഇക്വേഷൻ നമ്പർ 5ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയ്ക്ക്
ആർ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോർ വി ഈസ് ഈക്വൽ ടു 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ഒരു ഡൈപോള് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്, ഏതൊരു ആർബിട്രറി പോയിന്റ്, ഏത് ആംഗിൾ ചെരിഞ്ഞിരുന്നാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിലെ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, അത് നമ്മൾ ഒന്നുകൂടി എഴുതുക. ഇതിനെ നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻസിലേക്ക് എഴുതാം. വെക്ടർ ഫോം, ഒരിക്കലും വെക്ടർ ഫോം എന്ന് പറയാൻ പാടില്ല, കാരണം ഇത് വെക്ടർ അല്ല. എന്നായിരുന്നാലും നമ്മൾ വെക്ടർ പ്രൊഡക്ട്സിൽ 2 പ്രൊഡക്ട്സ് ഉണ്ട്, സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും. ഇതിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വി എന്നുള്ളത് എന്തായി മാറും? 1/4πε0 വെക്ടർ പി ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ. അതായത് ആർ എന്ന ഡയറക്ഷനിൽ, ഓയിൽ നിന്ന് ആർ എന്ന ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫുൾ വെക്ടറും ഒരു യൂണിറ്റ് വെക്ടറും നമ്മൾ എ ഡോട്ട് ബി കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ പി ഇൻറ്റു മോഡുലസ് ഓഫ് യൂണിറ്റ് വെക്ടർ ഇൻറ്റു കോസ് തീറ്റയാണ്. ഇവിടെ മോഡുലസ് ഓഫ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലേ. സോ പിയുടെ മാഗ്നിറ്റ്യൂഡ് പി ആയിട്ട് എഴുതും, ആർ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 കോസ് തീറ്റ. ഇതിൽ നമുക്ക് പി കോസ് തീറ്റ എന്ന് എഴുതാം. സോ പി കോസ് തീറ്റയുടെ പൊസിഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം, പി ഡോട്ട് യൂണിറ്റ് വെക്ടർ ആർ ബൈ ആർ സ്ക്വയർ. സോ ഇറ്റ്സ് എ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലേ. അതുകൊണ്ട് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ. ഇതിന് വേണമെങ്കിൽ വീണ്ടും എഴുതാൻ വേണമെങ്കിൽ വേറെ തരത്തിൽ, കാരണം ആർ ക്യാപ്പ് എന്നുള്ളത് ഫുൾ വെക്ടർ ബൈ ആർ ആണ്, വെക്ടർ ആർ ബൈ സ്മോൾ ആർ ആണ്. അത് ഇതിൽ യൂണിറ്റ് വെക്ടറിൻ്റെ പൊസിഷനിൽ ഫുൾ വെക്ടറാണ് കൊടുക്കുന്നതെങ്കിൽ ആർ എന്നുള്ള ഒ പി എന്നുള്ള വെക്ടർ എടുക്കുക. ഓയിൽ നമ്മൾ ഫിഗറിൽ ഓയിൽ നിന്ന് പിയിലേക്ക് എഴുതുക. അത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെക്ടർ ബൈ സ്മോൾ ആറിനോ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്തായി മാറും? ആർ ക്യൂബായിട്ട് മാറും. വേണമെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ബി ഈസ് ഈക്വൽ ടു 1/4πε0 വെക്ടർ പി ഡോട്ട് വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. യൂണിറ്റ് വെക്ടർ ആയത് ആർ സ്ക്വയർ. ഇനി മാഗ്നിറ്റ്യൂഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്, 1/r സ്ക്വയർ ആണ്. നമ്മൾ മുമ്പേ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റി ആക്സിയൽ ലൈനും പെർപെൻഡിക്കുലർ ലൈൻ ആണെങ്കിൽ 1/4πε0 ഒന്ന് 2p/r ക്യൂബാണ്, അല്ലെങ്കിൽ പി മറ്റേത് p/r ക്യൂബ് 1/4πε p/r ക്യൂബാണ് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി. പൊട്ടൻഷ്യലേക്ക് വന്നപ്പോൾ ഒരു r കുറഞ്ഞു, ആർ സ്ക്വയർ അല്ലേ. 1/4πε പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി അതിനെടുത്ത് എഴുതി, ഏതെങ്കിലും ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു ആംഗിളിൽ ആർബിട്രറി പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി നമ്മളൊരു കേസ് 1 എന്ന നിലയ്ക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ മിഡിലിൽ നിന്ന് ഇത് ഈ ലൈനിൽ 90 ഡിഗ്രി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനാണ് ഇക്വിറ്റോറിയൽ ലൈൻ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റിൽ ആംഗിൾ തീറ്റ എന്നുള്ളത് 90 ആയിരിക്കും. ഫിഗറിൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? 1/4πε0 പി കോസ് തീറ്റയ്ക്ക് വരാം 90 കോസ് 90 ബൈ ആർ സ്ക്വയർ. കോസ് 90 ഡെഫിനറ്റ്ലി 0 ആണ്. സോ പൊട്ടൻഷ്യൽ 0. അതായത് ഒരു ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സിയൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറുള്ള എല്ലാ പോയിന്റ്സിലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി അടുത്ത സിറ്റുവേഷൻ കേസ് 2, പൊട്ടൻഷ്യൽ ഓൺ ദ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ ആണെങ്കിൽ അവിടെ ആംഗിൾ 0 ആയിരിക്കും. നമുക്കറിയാം ഇതാണ് ആക്സിയൽ ലൈനായിട്ട് നമ്മൾ കണക്കൂട്ടുക. സോ ഡൈപോൾ ആംഗിൾ തമ്മിലുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായാലും 1/4πε0 പി കോസ് 0 ബൈ ആർ സ്ക്വയർ. കോസ് 0 1 ആയതുകൊണ്ട് 1/4πε പി ബൈ ആർ സ്ക്വയർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം ആണ് അല്ലേ. ബാക്കി ആംഗിളിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ഏറ്റവും കുറവ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും ദെൻ അതിനനുസരിച്ച് ആംഗിൾ മാറുന്നതനുസരിച്ച് കുറഞ്ഞ് കൂടി ആക്സിയൽ ലൈനിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു കാര്യം നോക്കാവുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം ആക്സിയൽ ലൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, ഒരിക്കലും 0 അല്ല. 1/4πε0 p/r ക്യൂബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. പക്ഷേ അവിടുത്തെ ഡൈപോൾ 0 ആണ്. അപ്പോൾ ഡൈപോൾ 0 ആവണ ആ പൊസിഷനിൽ ഇലക്ട്രിക് ഫീൽഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. ഇവിടെ നമുക്കൊരു ഉദാഹരണമാണ്. പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് ഫീൽഡ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഫീൽഡ് 0 ആയതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കണക്ക് കൂട്ടേണ്ടതായിട്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.